മൊഡ്യൂൾ 3-ത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5 സെക്ഷൻ ഓഫ് സോളിഡ്സ് ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 6 ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസസ്. ഈ രണ്ട് ക്വസ്റ്റ്യനും സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇതിൽ ഏറ്റവും സിമ്പിൾ സെക്കൻഡ് ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സെക്ഷൻ ചെയ്യേണ്ടത് ഹെക്സഗണൽ പിരമിഡിനെയാണ്. അതിൻ്റെ ട്രൂ ഷേപ്പ് വരയ്ക്കണം. HP ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സെക്ഷൻ പ്ലെയിനാണ്. 25 mm ഫ്രം ദ വെർട്ടെക്സ് ആണ്. ബേസ് കട്ടാകുന്നില്ല, അപ്പോൾ എളുപ്പമാണ് ചെയ്യാൻ. ബട്ട് അതിനേക്കാൾ സ്പീഡിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, അതായത് 6th ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അത് ഡെവലപ്മെൻറ്റ് ആൻഡിൻ്റെ പ്രോബ്ലമാണ്. ഹെക്സഗണൽ പ്രിസത്തിൽ 1 കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ടോപ്പ് കോർണർ. സെയിം ക്വസ്റ്റ്യൻ സെക്ഷൻ ഓഫ് സോളിഡ്സിലെ പ്ലേലിസ്റ്റിലെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്ക് ആൻസറിലോട്ടേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹെക്സഗണൽ പിരമിഡ്, ബേസ് 30 mm and axis 60 mm, rest on its base on HP with 2 base edges perpendicular to VP. It is cut by a plane perpendicular to VP and inclined at 30 degree to HP and meeting the axis at 25 mm from the vertex. Draw the elevation, sectional plan and true shape of the section. What is the maximum true length of the side in the section of the pyramid? Okay, അപ്പോൾ ഈ ഒരു കാര്യം എക്സ്ട്രാ ചോദിച്ചാണ്. ഇതിന് 2 മാർക്ക് ഡ്രാഫ്റ്റ് ആൻസർ കീയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. ഇനി നമുക്കതിൻ്റെ ആൻസറിലോട്ടേക്ക് പോകാം. ഇവിടെ ഹെക്സഗണൽ പിരമിഡാണ് തന്നിരിക്കുന്നത്. HP റെസ്റ്റ് ചെയ്യുന്നത് 2 of its base edges are perpendicular to VP എന്നുള്ള രീതിയിലാണ്. അതായത് ഈ 2 സൈഡിലും എഡ്ജാണ് വരേണ്ടത്. ഇങ്ങനെ കോർണർ വരുന്ന രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ തെറ്റാണ്. സിമ്പിൾ പൊസിഷനേ തെറ്റാണ്. ആൻസർ കീയിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ മാർക്ക് 0 ആയിരിക്കും. ഇതിന് ഒരു HP ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സെക്ഷൻ പ്ലെയിൻ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, VP അല്ല. അതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിലാണ് സെക്ഷൻ ലൈൻ കാണുക. അതിൻ്റെ ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്. അത് 25 mm ബിലോ ദ വേർട്ടെക്സ് ആണ്. അപ്പോൾ ഇവിടെ 25 mm താഴെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് അതിലേക്ക് 30 ഡിഗ്രി ലൈൻ വരച്ച് ഏത് ഡയറക്ഷൻ വേണം എടുക്കാം. ഈ ഡയറക്ഷനോ ഓപ്പോസിറ്റ് ഡയറക്ഷനോ എടുക്കാം, കാരണം ഡയറക്ഷനൊന്നും പ്രോബ്ലത്തിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെ സെക്ഷണൽ ടോപ്പ് വരയ്ക്കുന്നു. അതിനുശേഷം ട്രൂ ഷേപ്പ് വരയ്ക്കുന്നു. ട്രൂ ഷേപ്പിൻ്റെ മാക്സിമം ലെങ്ത് എത്രയാണ് വരുന്നത്, അതായത് ഈ 6 ഫേസ് എഡ്ജസിനെ കട്ട് ചെയ്യുമ്പോൾ 6 ലൈൻസ് കിട്ടും. അതിൽ മാക്സിമം വരുന്ന ലൈനിൻ്റെ ലെങ്ത് എത്രയാണെന്ന് എടുത്തെഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അത് എടുത്തെഴുതണം. അത് യൂഷ്വലി നമ്മൾ വരയ്ക്കുമ്പോൾ അത് കിട്ടും, പക്ഷേ ഇവിടെ അത് എടുത്തെഴുതണം. എടുത്തെഴുതിയാൽ മാത്രമേ ആ 2 മാർക്ക് കിട്ടും. ആദ്യം DC ആൻഡ് FA XY ലൈന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന രീതിയിൽ ഹെക്സഗൺ വരയ്ക്കുക. അപ്പോൾ കുറച്ച് പേരോട് ഇങ്ങനെ വരച്ച് പോയിട്ടുണ്ടാകും. XY ലൈന് പാരലായിട്ട് ഇങ്ങനെ ഹെക്സഗൺ വരച്ച് പോയിട്ടുണ്ടാകും, അതായത് ഈ 2 സൈഡിലും കോർണർ വരുന്ന രീതിയിൽ. അതല്ല, കാരണം ഇവിടെ തന്നിരിക്കുന്നത് 2 ബേസ് എഡ്ജസ് പെർപെൻഡിക്കുലർ ടു VP എന്നുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ വരയ്ക്കണം. ഇനി ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അത് ആൻസർ കീനെയാണ് സാധാരണ ഡിപ്പെൻഡ് ചെയ്യുക. ഈ ഡ്രാഫ്റ്റ് ആൻസർ കീയിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് മാർക്ക് 0 ആയിരിക്കും. ഇനി ഫൈനൽ ആൻസർ കീയിൽ മാറ്റം വരുമെന്നുള്ള കാര്യം അറിയില്ല, അത് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിൽ O ലൊക്കേറ്റ് ചെയ്ത് OF, OE, OD, OC, OB, OA ആ ലൈൻസ് ജോയിൻ ചെയ്യണം, കാരണം ഇത് പിരമിഡാണ്, പ്രിസ അല്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇതിനെ മുകളിലോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിൽ ഹൈറ്റ് എത്ര തന്നിരിക്കുന്നത് 60 mm നമുക്ക് ഈ ട്രയാങ്കിളായിട്ട് ഫേസ് കിട്ടും. അത് വരയ്ക്കുക. ഓക്കെ, അത് വരച്ച് കഴിഞ്ഞു. അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് സെക്ഷൻ പ്ലെയിനെ പറ്റിയാണ്. സെക്ഷൻ പ്ലെയിൻ നമുക്ക് HP ഇൻക്ലൈൻഡ് ആയിട്ടുണ്ടാവും, VP ഇൻക്ലൈൻഡ് ആയിട്ടുണ്ടാവും. അതായത് XY ലൈനിന് മുകളിൽ ഇൻക്ലിനേഷൻ ലൈൻ വരുന്നുണ്ടാവും, XY ലൈന് താഴെ വരും. ഓക്കെ, HP ഇൻക്ലൈൻഡ് ആണെങ്കിൽ XY ലൈന് മുകളിൽ, VP ഇൻക്ലൈൻഡ് ആണെങ്കിൽ XY ലൈന് താഴെയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP ആൻഡ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു HP. ഓക്കെ, അപ്പോൾ XY ലൈനിന് മുകളിലാണ് വേണ്ടത്. ഇനി അതിൻ്റെ പാസിംഗ് പോയിൻറ്റ് meeting the axis at 25 mm from the vertex. From the base and സെയിം ഹെക്സാഗണൽ പിരമിഡ് ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, നമ്മളത് സോൾവ് ചെയ്തിട്ടുണ്ട്. അത് ബേസിൽ നിന്നാണ്, ഇത് എന്താണ് അപ്പെക്സ് എന്നാണ്, അതിൽ വേർട്ടെക്സ് എന്നാണ്. അപ്പോൾ ഇവിടെ താഴോട്ടേക്ക് 25 mm എടുത്തിട്ട് ഇവിടെ 25 mm ഡിസ്റ്റൻസ് എടുത്ത് ഒരു തിൻ ലൈൻ വരച്ചിട്ട് ആ തിൻ ലൈനിലൂടെ 30 ഡിഗ്രി സെക്ഷൻ ലൈൻ വരയ്ക്കുക. ഈ ഡയറക്ഷനിലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ഏത് ഡയറക്ഷൻ വേണമെങ്കിൽ വരയ്ക്കാം, കാരണം ആ ഡയറക്ഷൻ ഒന്നും ഇവിടെ തന്നിട്ടില്ല. നിങ്ങളുടെ സ്പേസ് നോക്കിയിട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി ഇതൊക്കെ വരയ്ക്കുക. അങ്ങനെ 25 mm ബിലോ ആയിട്ട് ഹൊറിസോണ്ടൽ തിൻ ലൈൻ വരച്ചു. അതിലൂടെ 30 ഡിഗ്രി എടുത്തിട്ട് സെക്ഷൻ ലൈൻ വരച്ചു. ചെയിൻ തിൻ സിംഗിൾ ഡാഷ് തിക്ക് അറ്റ് ബോത്ത് എൻഡ്. ഓക്കെ, ഇനി സെക്ഷൻ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. ആകെ 3 ലൈനിലേ കട്ട് ചെയ്യുന്നുള്ളൂ. ഓരോ ലൈനിലും 2 ലൈനാണത്. അപ്പോൾ ടോട്ടൽ 6 പോയിൻറ്റ്സ് ഇവിടെ കിട്ടും. കാരണം ഇവിടെ A ഡാഷ് F ഡാഷ് 2 ലൈനുണ്ട്. അപ്പോൾ ഇവിടെ 1 ഡാഷ് കിട്ടും, ഒരു പോയിൻ്റ് ഇൻവിസിബിൾ പോയിൻ്റാണ്. ഇവിടെ 2 ലൈനുണ്ട്, BO ആൻഡ് EO, അപ്പോൾ 2 ഡാഷ് കിട്ടും, അടുത്തത് ഇൻവിസിബിൾ പോയിൻ്റാണ്. ഇവിടെ C ഡാഷ് O ഡാഷ് ആൻഡ് D ഡാഷ് O ഡാഷ് 2 ലൈൻ, 3 ഡാഷ് ആൻഡ് ബ്രാക്കറ്റിൽ 4 ഡാഷ് കൊടുക്കുന്നു.
ഇത് 5 ഡാഷ്, ഇത് 6 ഡാഷ്. ഇത് മനസ്സിലാത്തവരുണ്ടെങ്കിൽ ഇവിടെ നോക്കുക. ഇതിനെ എല്ലാ സെക്ഷൻ പ്ലെയിനെയും കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ 2 ലൈൻ ഉണ്ടാവും. ഓക്കെ, ഈ 2 ലൈനിൽ ഇവിടെ 2 പോയിൻ്റ് വരും. ഈ ലൈനിന് നേരെ ബാക്കിലായി വേറെ ലൈൻ ഉണ്ട്, അവിടെയും 2 പോയിൻ്റ് വരും. ഈ ലൈനിന് നേരെ ബാക്കിലായിട്ട് വേറൊരു ഫേസ് അടിച്ചിട്ടുണ്ട്, അപ്പോൾ ഇവിടെയും 2 ലൈൻ ഉണ്ട്, അപ്പോൾ ഇവിടെയും 2 പോയിൻ്റ്. ടോട്ടൽ 6 പോയിൻറ്റ്സ് കിട്ടും. ഓക്കെ, അതൊക്കെ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്ഷനിൽ ടോപ്പ് വ്യൂ വരയ്ക്കണം. സെക്ഷനിൽ ടോപ്പ് വ്യൂ വരയ്ക്കണമെങ്കിൽ 1 ഡാഷ് എ ഡാഷ് ഒ ഡാഷിലാണ്. അപ്പോൾ 1 എ ഒയിലായിരിക്കും, കൂടെയുള്ള 6 ഡാഷ് എഫ് ഒയിലായിരിക്കും. അപ്പോൾ 1, 6, അതേപോലെ 3, 4 കിട്ടും. 2ഉം 5ഉം കിട്ടില്ല. കാരണം 2ഉം 5ഉം 2ന് നേരെ താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ എവിടെയാണ് മീറ്റ് ചെയ്യില്ല. കാരണം ഇത് വെർട്ടിക്കൽ ലൈനാണ്. അതായത് ഇവിടെയുള്ള പോയിൻ്റ്, ഇവിടെ ഈ പോയിൻറ്റിലും ഈ പോയിൻറ്റും നേരെ ബാക്കിലത്തെ പോയിൻറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പ് വരച്ചിട്ട് ആ റേഡിയസിൽ ആർക്ക് വരച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ വരയ്ക്കുന്നത് മാത്രം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ 1 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ ഇവിടെ 1 കിട്ടും. ഇത് 6 ആണ്, ഇത് 3, ഇത് 4. നമുക്ക് 2ഉം 5ഉം ആണ് കിട്ടാത്തത്. 2ഉം 5ഉം നേരെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട്, അത് ഒ ഡാഷ് എ ഡാഷിലാണ്, അതിനെ ഒ എയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ 2 കിട്ടും. 2, 1 പുതിയ 2. അതേപോലെ ഇവിടെ 5, 1 കിട്ടും. O21 ഇങ്ങോട്ടേക്ക് ആർക്ക് വരയ്ക്കുക, O51 ഇങ്ങോട്ടേക്ക് ആർക്ക് വരയ്ക്കുക. രണ്ടിൻ്റെ റേഡിയസ് സെയിം ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു ആർക്ക് വരച്ചാൽ മതി. സെമി സർക്കിൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും, 5ഉം കിട്ടും, ഇവിടെ 2ഉം കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ഈ സൈഡിലോട്ടേക്കും ചെയ്യാം, ഇവിടത്തേക്കും ചെയ്യാം. ബട്ട് ഈ കൺസ്ട്രക്ഷനൊക്കെ കീപ്പ് ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആണ് പോയിൻ്റ് കിട്ടുന്നത്. ഇതിലൂടെ ഓർ സെൻറ്ററിൽ ഈ റേഡിയസിൽ ഇവിടെ ആർക്ക് ഇവിടത്തേക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ 5 കിട്ടി, ഇവിടെ 2 കിട്ടി. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലെങ്കിൽ ഇതിനനുസരിച്ച് മാർക്ക് നന്നായി കുറയും. കാരണം പോയിൻറ്റ്സ് കറക്റ്റായിട്ട് കിട്ടില്ല. പ്രത്യേകിച്ച് ഇവിടെ മാക്സിമം ട്രൂ ലെങ്ത് എത്രയാണ് എടുത്തെഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ആ മാക്സിമം ട്രൂ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ലൈനാണ് ഈ 2 ലൈൻ. ഈ 2 ലൈനാണ് ട്രൂ ഷേപ്പിൽ മാക്സിമം ലെങ്ത് കിട്ടുക. ഓക്കെ, വെറുതെ ഏതെങ്കിലും ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ അത് ഫൈനൽ ആൻസറിൽ മനസ്സിലായിക്കോളും. ഇനി ഈ പോയിൻറ്റ്സൊക്കെ ലൊക്കേറ്റ് ചെയ്ത് ഇത് വരയ്ക്കുക. ഷെയ്ഡിങ് ലൈൻ, ഹാച്ചിങ് ലൈൻ, 45 ഡിഗ്രി ലൈൻ വരയ്ക്കുക തിൻ ലൈൻ യൂസ് ചെയ്തിട്ട്. അതിനുശേഷം നമുക്ക് ട്രൂ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സെക്ഷൻ ലൈന് പാരലൈറ്റ് ലൈൻ എടുക്കുക. സ്പേസ് ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ലൈൻ എടുത്താൽ മതി. ഇനി ഒട്ടും സ്പേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൈൻ എടുക്കാം. ഈ ലൈന് പാരലൈറ്റ് ഇവിടെ എടുക്കാം, അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, അതിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ലൈൻ ലെങ്ത് ഇവിടെ ഹൊറിസോണ്ടലായി വരച്ചിട്ട് താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ആ രീതിയിലൊക്കെയുള്ള വീഡിയോസ് ഓൾറെഡി സെക്ഷനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. ടോട്ടൽ 6 പോയിൻറ്റ്സ്, അത് 3 പോയിൻറ്റ്സ് ആയിട്ടാണ് കാണുന്നത്. 3 പെർപെൻഡിക്കുലർ പ്രൊജക്ടേഴ്സ് വരയ്ക്കുന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ പെർപെൻഡിക്കുലർ ലൈൻസ് ആയിരിക്കണം. ഈ ആംഗിളൊക്കെ 90 ഡിഗ്രി ആയിരിക്കണം. പലരും ഇത് 90 ഡിഗ്രി അല്ലാതെ പാരലൽ ലൈൻസ് വരയ്ക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ട്രൂ ഷേപ്പിൻ്റെ മാർക്ക് കിട്ടത്തില്ല. ഈ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. എക്സ് വൈ ലൈനിൽ നിന്ന് 6ലേക്കുള്ള ഡിസ്റ്റൻസ്, 6 എന്ന് പോയ ലൈനിലേക്ക് ഈ 6ലേക്കുള്ള ഡിസ്റ്റൻസ്, എക്സ് വൈ ലൈനിൽ നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ്, ഇവിടെ 1ലേക്കുള്ള ഡിസ്റ്റൻസ്. അങ്ങനെ കംപ്ലീറ്റ് പോയിൻറ്റ്സും ലൊക്കേറ്റ് ചെയ്യുക. ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം 1, 2, 3, 4, 5, 6 ഓർഡറിൽ ജോയിൻ ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്തിട്ട്, കാരണം പിരമിഡാണ്, അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഈ കിട്ടിയിരിക്കുന്നതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. 45 ഡിഗ്രി തിൻ ലൈൻ യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുക. ഈ ലെങ്ത് മെഷർ ചെയ്യണം. ഈ ലെങ്ത് 1, 2 ആൻഡ് 6, 5 എനിക്ക് മെഷർ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത് 18 mm ആണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ലെങ്ത് ഓഫ് ദ സൈഡ് ഈക്വൽ ടു 18 mm എന്ന് എടുത്തെഴുതണം. ഡയമെൻഷൻ ചെയ്യുന്നു വേണ്ട, എടുത്തെഴുതണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ ആൻസർക്ക് യൂഷ്വലി വരിക ഫസ്റ്റ് സ്റ്റേജിന് 5 മാർക്സ്, അതായത് സിമ്പിൾ പൊസിഷൻ വരയ്ക്കുന്നതിന് 5 മാർക്സ്, സെക്ഷൻ ലൈൻ ലൊക്കേറ്റ് ചെയ്യുന്നതിന് 3 മാർക്സ്, ബാക്കി മാർക്സ് സെക്ഷണൽ ടോപ്പ് വ്യൂ, ട്രൂ ഷേപ്പ്, നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ്, അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഞാനിപ്പോൾ ഡ്രാഫ്റ്റ് ആൻസർ കീയിലെ ഒന്ന് പറഞ്ഞു തരാം, ബട്ട് അത് ഫൈനലല്ല. ഫൈനൽ വന്നു കഴിഞ്ഞാൽ അത് വീഡിയോ ചെയ്യാം, അപ്പോൾ അത് നോക്കി കൺഫേം ചെയ്യാം. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം drawing initial position and elevation 4 marks, locating section plane as per given condition, അതായത് ഈ സെക്ഷൻ ലൈൻ വരയ്ക്കുന്നതിന് 3 മാർക്സ്, സെക്ഷണൽ ടോപ്പ് വ്യൂ, ഈ ടോപ്പ് വ്യൂ വരയ്ക്കുന്നതിന് 4 മാർക്സ്, ഡ്രോയിങ് ട്രൂ ഷേപ്പ് 5 മാർക്സ്. ഓക്കെ, അപ്പോൾ 7, 11 ആൻഡ് 16 മാർക്സ് ആയി. ബാക്കി 4 മാർക്സ് ഉണ്ട്. അതിൽ 2 മാർക്ക് നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ്, 2 മാർക്സ് ഫോർ റൈറ്റിംഗ് ദിസ് ലെങ്ത്. ഓക്കെ, ഈ 18 mm ലെങ്ത്, 18 ചില ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുക, 19ഉം 17ഒക്കെ വരാൻ സാധ്യതയുണ്ട്, കാരണം ആക്യുറസീൻ്റെ പ്രശ്നം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ലെങ്ത് മെഷർ ചെയ്ത് തരുന്നതിന് 2 മാർക്സ്. ഈ രീതിയിലാണ്
ഡ്രാഫ്റ്റ് ആൻസർ കീ വന്നത്. ഫൈനൽ ആൻസർ കീയിൽ മാറ്റം വരാൻ സാധ്യത കുറവാണ്. ഓക്കെ, എന്നാലും ഇപ്പോൾ ഉറപ്പിക്കേണ്ട, വന്നു കഴിഞ്ഞിട്ട് ഉറപ്പിക്കാം.